എന്തൊരവസ്ഥയാണ്, എന്തൊരു മെനകെട്ട ബഡ്ജറ്റാണ്. സാധാരണക്കാരനെ കുഴിയിൽ വലിച്ചിട്ട് മൂടും. എല്ലാ ബഡ്ജറ്റും ഇങ്ങനെയൊക്കെ തന്നെയാണ്, എല്ലാത്തിനും വിലക്കയറ്റം. ജോയേ ജോയേ നിന്നാ ശരിയാവൂല ചേട്ടാ. ഒന്നും നിന്നടാ, നീ എവിടെയാണ് ഈ ഓടുന്നത്? ചേട്ടാ നിന്നാ ശരിയാവൂല. ഞാൻ വീട് വരെ പോയിട്ട് വരട്ടെ. കാര്യം പറഞ്ഞിട്ടോ ചേട്ടാ, ഞാൻ കാര്യം പറയാൻ നിന്നാലേ ബ്ലക്ക് വിലകേടാവും. നിനക്ക് വയറുവേദന, നിനക്ക് വയറുവേദനെങ്കിൽ ഇവിടെ കക്കൂസേ പോവല്ല. ഈ വീടെത്തുമ്പോഴേക്കും കാര്യം കഴിയും. ശരിയാണ്, ഇത് വീടെത്തൂല. എന്നാ കക്കൂസിലേക്ക് കിട്ടോ. എന്റെ പൊന്നോ, വന്ന വഴി ആ ചേമ്പും കാട്ടിലൊന്ന് കേറി. ഓ അത് ശരി. എന്നിട്ട് ചേമ്പവിടറാ. ഓ, ചേമ്പ് പറിക്കാൻ കയറിയതല്ല. ഓ അങ്ങനെ ഒരെണ്ണം സഹായിച്ചിട്ടുള്ള വരവാണല്ലേ. വാസുവേട്ടാ, ഇതിനകത്ത് വെള്ളമില്ലട്ടാ. നീ ആദ്യം കാര്യം സാധിക്കേ, അപ്പോഴേക്ക് ഞാൻ വെള്ളം എത്തിക്കാം. ഞാൻ വെള്ളം ഒരിക്കണ്ട. ഓ സമാധാനമായി. ആഹാ കഴിഞ്ഞ. എന്താണ് രാവിലെ വലിച്ചേറ്റിയത്? ഏയ്, ഞാൻ രാവിലെ ഭക്ഷണമൊന്നും കഴിക്കാറില്ല. ഒരു ഉപ്പ് കള്ളു കുടിച്ച് അതങ്ങോട്ട് ചെന്നില്ല. അപ്പോഴേക്കും വയറങ്ങോട്ട് കുളുകുളുന്നായി. ഒരു കണക്കിനാണ് ഷാപ്പിൽ നിന്ന് ഇറങ്ങി പുറത്തേക്ക് ഓടിയത്. എന്തിനാണ് നീ ഓടാൻ പോയി? കാശ് കൊടുത്ത് പഠിച്ചെടുത്ത സാധനമല്ലേ, നീ അവിടെ തന്നെ ഇരിക്കണം. ആ എനിക്ക് നല്ല ചേലായി. എന്ത് ചേലാണ്? അവിടെ അങ്ങനെ മെഴുകി നാറ്റിച്ച് വെച്ചേക്കണം. അവർ ചെയ്യണ പോക്കൃത്തത്തിലേ ഇങ്ങനെ ചെയ്യാൻ പറ്റുള്ളൂ. ഇന്ന് നീ പേപ്പർ വായിച്ചാ? ഇല്ല. ആ അതില് ബഡ്ജറ്റ് അവതരിപ്പിച്ച വെച്ചേക്കണതാണ്. സാധാരണക്കാരൻ നെഞ്ചത്തുണ്ടല്ല, കൊടുവാളിനാണ് വെട്ടിയാക്കണത്. എന്താണ് പിന്നെയും വില കൂട്ടിയ? വില കൂട്ടിയാന്നാ സാധാരണക്കാരുടെ മദ്യം ഒന്നും പറഞ്ഞുകൊണ്ടാണ് ജവാൻ ഇറക്കിയത്. ഇപ്പൊ അതിന്റെ വില എത്രയായി? പേപ്പറൊന്നും എടുത്തു നോക്ക്. ഇതിനൊക്കെ നിങ്ങളാണ് പ്രതികരിക്കേണ്ടത്. ഞാൻ എങ്ങനെ പ്രതികരിക്കാനാണ്? ഞാൻ ഷാപ്പിൽ ചെന്ന് കല്ലിന്റെ വില ഓർക്കണമെന്ന് പറഞ്ഞാൽ അവരായിട്ട് ഓർക്കും. താനൊറ്റക്കല്ല, സംഘടിക്കണം. സംഘടിച്ചാലേ ശക്തരാകുള്ളൂ. ഓ അങ്ങനെ. താൻ മാത്രമല്ല കുടിയന്മാരായിട്ടുള്ളത്, ആണോ? അതല്ല. അപ്പം മറ്റുള്ളവരെയൊക്കെ കൂട്ടിയിട്ട് ഇങ്ങോട്ട് വാ. ഇന്ന് തന്നെ നമുക്കൊരു സംഘടന ഉണ്ടാകും. താൻ പോയിട്ട് വാ. ഇത് നടക്കുവോ? നടക്കണം. ഇത് നടത്തിയേ പറ്റുള്ളൂ. ഇല്ലേ നമ്മളൊക്കെ വെറും കുടിയന്മാരായി പോവും. ആ എല്ലാവരും എത്തിയല്ല അല്ലേ? ആ ഇപ്പൊ ഞങ്ങള് ഇത്രയും പേരേ ഉള്ളൂ. തുടങ്ങി വെക്കാൻ ഇത് മതി, ബാക്കിയുള്ളവരെ അടുത്ത മീറ്റിങ്ങിൽ ചേർത്താൽ മതി. ഇന്നിവിടെ നടക്കാൻ പോകുന്ന പരിപാടി കേരളത്തിൽ മാത്രമല്ല ലോകത്തിൽ തന്നെ ആദ്യമായിരിക്കും. കുടിയന്മാർക്കായിട്ട് ഒരു സംഘടന. അത് കൊള്ളാം. ഒരു സംഘടനയുണ്ടെങ്കിലേ മറ്റുള്ളവർക്ക് നമ്മളെ ഭയമുണ്ടാവുകയുള്ളൂ. എന്തുകൊണ്ട് കുടിയന്മാർക്ക് മാത്രം ഒരു സംഘടനയില്ല? അത് വാസു പറഞ്ഞത് ശരിയാ. കള്ളുണ്ടാക്കി വിൽക്കുന്ന മുതലാളിമാർക്ക് സംഘടനയുണ്ട്, അവിടെ പണിയെടുക്കുന്ന തൊഴിലാളികൾക്ക് സംഘടനയുണ്ട്. എന്തുകൊണ്ടാണ് കുടിയന്മാരെ നമുക്ക് മാത്രം ഇവിടെ ഇങ്ങനെ ഒരു സംഘടന ഇല്ലാത്തത്? അതിനൊക്കെ ഒരു മാറ്റം കുറിക്കാൻ വേണ്ടിയിട്ടാണ് ഇന്ന് നമ്മളിവിടെ കൂടിയിരിക്കുന്നത്. അതിനുവേണ്ടി സംഘടനയുടെ പ്രസിഡന്റിനെയും സെക്രട്ടറിയെയും തിരഞ്ഞെടുക്കണം. സെക്രട്ടറി ജോയി തന്നെ ആയിക്കോട്ടെ. ഇനി ഒരു പ്രസിഡന്റ് വേണം. അത് ജോയി തന്നെ ആയിക്കോട്ടെ. അത് വേണ്ട, സന്തോഷമായിക്കോട്ടെ. ഏതായാലും നിങ്ങളുടെ സംഘടനയുടെ തുടക്കം കുറിക്കപ്പെട്ടിരിക്കുക. ഇന്ന് തന്നെ ഷാപ്പിൽ ചെന്ന് വിവരം അറിയിക്കുക. കൊടുക്കുന്ന കാശിന് നല്ല മദ്യം, അതാണ് നമ്മുടെ മുദ്രാവാക്യം. അവകാശങ്ങൾ ചിലതൊക്കെ നമ്മൾ നേടിയെടുക്കേണ്ടി വരും. അതുകൊണ്ട് നിങ്ങൾ ചെന്ന് സംസാരിക്കുക. ബാക്കി കാര്യങ്ങൾ അടുത്ത യോഗത്തിൽ സംസാരിക്കാം. പാസേട്ടോയ്, അറിഞ്ഞാ? എന്ത്? അറിഞ്ഞില്ലേ? ഷാപ്പിൽ ഭയങ്കര പ്രശ്നമാണ്. ജോയി ചേട്ടൻ, സന്തോഷ്, രാജീവ് ഏട്ടൻ, ഷാജി. ഞാൻ വ്യക്തമായിട്ട് പറയും, എന്താണ് പ്രശ്നം? കറിക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ മേടിക്കാനും പറഞ്ഞാൽ ഇവിടെ ചെന്നത്. ഒരു ഗ്ലാസ് അടിക്കാമെന്ന് തോന്നുന്നു. അതും കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഒരു 3-4 പേര് അങ്ങോട്ട് കയറി. നേരെ അങ്ങോട്ട് കയറി ചെന്നു. താൻ മാനേജറോട് പറഞ്ഞേ, ഞങ്ങൾ തന്നെ പൈസക്ക് നല്ല കള്ള് തന്നെ, ഇല്ലെങ്കിൽ നീ കച്ചവടം വേണം. ആണോ?
ഇത് ഞങ്ങളുടെ സംഘടനയുടെ തീരുമാനമാണെന്ന് പറഞ്ഞതും ആ മാനേജർ ചിരിക്കുന്നോടെ നാറിയെന്നും പറഞ്ഞിട്ട് ആ ജോയി ചേട്ടൻ ചാടിയാണ് ചവിട്ടിയത്. പിന്നെ ഇടിയുടെ പൂരൂരുന്ന് അവിടെ അടിയാ ആ ജോയി ചേട്ടനില്ലേ അവിടെ എങ്ങാണ്ടും കിടന്നിന്ന് ഒരു ഇഷ്ടിക എടുത്തുകൊണ്ട് ആ മാനേജറുടെ തലക്കിട്ട് പറഞ്ഞ കൂടായിരുന്നു. എന്നിട്ട് ചോര കളിയായിരുന്നു അവിടെ. അത് കണ്ടുകൊണ്ടാണ് ആ പാവം കറിക്കാരൻ ചേട്ടൻ അത് പിടിച്ചു മാറ്റാൻ വന്നത്. അവിടെ ഇരുന്ന് ആ കറിക്കാത്ത എടുത്തുകൊണ്ട് ആ സന്തോഷമില്ലേ ഒരൊറ്റ കുത്തായിരുന്നു. 2-3 കുത്തങ്ങൾ കുത്തിയിട്ടുണ്ട്. എന്നിട്ട് അവർക്ക് ഇവിടെ ആ ഷാപ്പിന്റെ മതിലും ചാടി ആ കാട്ടിൽ കൂടി എങ്ങാണ്ട് കൂടിയിട്ടുണ്ട്. ഞാൻ ആലോചിക്കുന്നത് അതല്ല, ഇവന്മാരുടെ പിന്നിലുള്ള ആ ശക്തി ആരാണ്? അവിടെ പോലീസും ചോദിക്കണം അത് തന്നെയാണ്. പോലീസും വന്ന പിന്നെ അല്ലാണ്ട് എന്നാ ഞാനൊന്ന് ഇരിക്കട്ടെ. വാസോട്ടോ പോലീസ് കൊണ്ട് ഒച്ചയുള്ള കേൾക്കണം. പോലീസാ കേട്ടില്ലേ? ഇങ്ങോട്ടാണെന്ന് തോന്നുന്നു. അയ്യോ ഇയാളെന്തിനാണ് ഇപ്പം ഈ ഓടണം? ഇയാളായിരിക്കും സംഘടന ഉണ്ടാക്കിയത്. ഓരോ കാലക്കേടിന് തലയിൽ ഉദിക്കണം മണ്ടത്തരത്തിൽ എന്ത് തെറ്റ് ചെയ്ത് ചെയ്യുമ്പേ